വയനാട്ടിൽ +1 വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായെന്ന് പരാതി. കണിയാമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ +2 വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. മീശ പഠിക്കാത്തതിനും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചിടാൻ പറ്റില്ലെന്ന് പറഞ്ഞതിന് കൂട്ടം കൂടി ചേർന്ന് തല്ലിയെന്നാണ് പരാതിയുള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ മാതാവ് പറഞ്ഞു. അപ്പം ഫസ്റ്റിൽ ചെന്ന സമയത്ത് റാഗിങ് മോഡൽ അവനോട് താടി വടിക്കാനും മീശ വടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് അവൻ താടി വടിച്ചിട്ട് പിറ്റേന്ന് പോയി. അപ്പോൾ അതിൻ്റെ പിറ്റേന്ന് ഒരു പറഞ്ഞ് മീശയും കൂടെ വടിച്ചിട്ടേ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓന് പിറ്റേന്ന് പോയില്ല പേടിച്ചിട്ട്. അതിൻ്റെ ഇന്നലെയാണ് ഇപ്പോൾ പോണത്. ഇന്നലെ പോകുന്ന സമയത്താണ് ഇത് വടിക്കാതെ നീ കയറരുത്, കയറി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്യൂഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പുറമെ ഓന വൈകുന്നേരം ക്ലാസ് വിട്ട സമയത്ത് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺസ് കഴിപ്പിച്ചിട്ട് രണ്ടാമത് ഇടിക്കുക ആ ഇതിൽ ചെയ്ത്. അത് കഴിഞ്ഞ് അവനത് അവിടെ നിന്ന് ചെയ്ത് കൊടുത്ത് ഇനി ഒരു വിഷയം ആവണ്ട വെച്ചിട്ട് ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കോമ്പൗണ്ടിൻ്റെ പുറത്തുനിന്നാണ് രണ്ടാമത് അവർ ഇതൊന്നുകൂടെ കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ ഒരു നാലഞ്ചാൾ ആദ്യം ഒരുത്തനാണ് വന്നത്. അവനെ കണ്ട ഒരു ഇതുണ്ട്. പിന്നെ 4-5 ആൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട്. ആഷിഖ്, ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? ഈ കുട്ടിയുടെ നില ഇപ്പോൾ ഏത് അവസ്ഥയിലാണ്? ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? ഈ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അതെന്തെല്ലാമാണ്? ഈ 4 ദിവസം മുമ്പാണ് ഈ വിദ്യാർത്ഥി കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ നേടുന്നത്. അവസാനഘട്ട അലോട്ട്മെന്റിലാണ് സയൻസ് സ്ട്രീമിൽ അഡ്മിഷൻ നേടുന്നത്. തുടർന്ന് ആദ്യ ദിനം തന്നെ അഡ്മിഷൻ നേടി അന്ന് തന്നെ +2 വിദ്യാർത്ഥികൾ ഈ കുട്ടിയോട് താടിയും മീശയും വടിച്ചു വരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഭീഷണി വായന്നുകൊണ്ട് ഈ കുട്ടി 2ാമത്തെയും 3ാമത്തെയും ദിവസം സ്കൂളിലേക്ക് ചെന്നില്ല. തുടർന്ന് ഇന്നലെയാണ് വീണ്ടും സ്കൂളിലേക്ക് ചെന്നത്. ആ സ്കൂളിലേക്ക് പോയ സമയത്താണ് ഈ വിദ്യാർത്ഥികൾ ഈ കുട്ടി പോയ സമയത്ത് ഈ കുട്ടി താടി വടിച്ചിരുന്നെങ്കിലും മീശ വടിച്ചിരുന്നില്ല. അപ്പോൾ +2 വിദ്യാർത്ഥികൾ എന്താണ് താടി വടിക്കാത്തത് എന്നൊരു കാര്യം ഈ വിദ്യാർത്ഥി ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഞാൻ നാളെ താടി വടിച്ചു വരാം എന്നൊരു കാര്യം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥിയോട് ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട എന്ന് കരുതി ഈ ഷയാസ് അവിടുന്ന് ബട്ടൺസ് എല്ലാം അയച്ചു. ഷർട്ട് കൂരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിനുശേഷം പുറത്തിറങ്ങിയത്, അതായത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയ സമയത്താണ് വീണ്ടും ഈ കുട്ടിയോട് ഇത്തരത്തിൽ മീശ വടിച്ചു വരണമെന്ന കാര്യം പൊതുമധ്യത്തിൽ വെച്ച്, അതായത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് വെച്ച് ഈ ഷർട്ടിന്റെ ബട്ടൺസ് വീണ്ടും അയക്കണമെന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ വിദ്യാർത്ഥി അത് പുറത്തുനിന്നായതുകൊണ്ട്, സ്കൂൾ കോമ്പൗണ്ടിന്റെ പുറത്തുനിന്നായതുകൊണ്ട് തനിക്ക് അയക്കാൻ കഴിയില്ല എന്നൊരു കാര്യം അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് 5ഓളം +2 വിദ്യാർത്ഥികൾ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ഷയാസിന്റെ അടിവയറ്റിനും പുറകിലും അതുപോലെ കഴുത്തിനും കൈക്കും നിലവിൽ പരിക്കുണ്ട്. ഷയാസിനെ ചവിട്ടി വീഴ്ത്തിയ ശേഷമായിരുന്നു ഈ ഒരു ക്രൂരമായ മർദ്ദനം. ഇത് മറ്റ് വിദ്യാർത്ഥികൾ ആരും അറിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഷയാസിനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാണ് ഈ 5 വിദ്യാർത്ഥികൾ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. തുടർന്ന് ഷയാസ് വീട്ടിലെത്തി. വീട്ടുകാരോടോ ഒന്നും പറഞ്ഞിരുന്നില്ല. തുടർന്ന് രാത്രിയായതോടുകൂടി മകൻ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന കണ്ട ഉമ്മ ചോദിച്ച സമയത്താണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റ കാര്യം ഈ വിദ്യാർത്ഥി പറയുന്നത്. തുടർന്നാണ് ആശുപത്രിയിലാക്കിയ സമയത്താണ് ശരീരത്തിൽ വലിയ പരിക്കില്ലെങ്കിൽ പോലും ശരീരത്തിന് ഉൾഭാഗത്ത് വലിയ പരിക്കുണ്ടാകുമെന്ന ഇതിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും തുടർന്ന് ഇന്ന് പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അതിലാണ് വലിയ രീതിയിലുള്ള തരത്തിൽ പരിക്കുണ്ടെന്ന കാര്യം ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത്. പ്രധാനമായും ഈ വിഷയത്തിൽ ഇപ്പോൾ കണിയാമ്പറ്റ പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊഴിയെടുത്തതിനു ശേഷം കേസെടുക്കുമെന്നാണ് കണിയാമ്പറ്റ പോലീസ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, സ്കൂൾ അധികൃതരുമായും ബന്ധപ്പെട്ടിരുന്നു. അവരും പറഞ്ഞത് ഈ പരാതി, അതായത് റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതി വിദ്യാർത്ഥി പറഞ്ഞിരുന്നില്ല. ആദ്യ ദിനം അഡ്മിഷൻ നേടിയ സമയത്ത് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്നലെ വന്ന സമയത്തും ഇത് പറഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ നിലവിൽ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ ഈ 5 +2 വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്നൊരു കാര്യവും സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. ഈ 5 വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയായി കുട്ടിക്ക് അറിയാമെന്നൊരു കാര്യമാണ് ഇപ്പോൾ മാതാവ് അറിയിക്കുന്നത്. കാരണം അഡ്മിഷൻ നേടി കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ, കുട്ടികളെല്ലാം പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ഒരു സംഭവം. അതിനാൽ ആ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ മാത്രം അറിയാം. ആ കുട്ടിയുടെ കാര്യം ഇവർ ഈ പോലീസിൽ പറഞ്ഞിട്ടു. എന്തായാലും നിലവിൽ പോലീസ് മൊഴിയെടുക്കുകയാണ്. വൈകിട്ടോടുകൂടി കേസെടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോകുമെന്നാണ് സ്കൂൾ അധികൃതർ അറിയിക്കുന്നത്. സംഗീത. ശരി, വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.